ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്രയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്രയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ എനിക്ക് വേറൊരു ചാനൽ കൂടെ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെന്നാണെങ്കിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. സോ ഇവളുടെ ചിന്ത മൊത്തം ഈ ഒരു ബ്ലഡി വീക്കിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് ചെറിയൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവളുടെ ആ ഒരു പേപ്പർ ബ്ലാങ്ക് ആയിരുന്നല്ലോ, അപ്പോൾ ഇവൾക്ക് ടാർഗറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇവളെ ആരോ കൊല്ലാൻ വേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. സോ ആരാ എന്താന്നുള്ള രീതിയിൽ ഇവൾ കത്തി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഇറങ്ങിയിട്ടാണെങ്കിൽ ഇവൾ നേരെ ചെല്ലുന്നതാണെങ്കിൽ നമ്മുടെ ബോയ്സിൻ്റെ റൂമിലേക്കാട്ടോ. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഇവിടെ ആരുമില്ല. അപ്പോൾ ഇവളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അയ്യോ നിങ്ങൾ അവിടെ പോയി, ലൈക്ക് നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടുന്നത്, നിങ്ങൾ എന്നോടൊരു കാര്യം പറയുന്നില്ല. ലൈക്ക് ആ ഒരു ചിന്തയിലും കാര്യങ്ങളൊക്കെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാറ്റിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ബ്ലാക്ക് ഹുഡിയും കാര്യങ്ങളൊക്കെ അവൾ ധരിച്ചിട്ട് ഇവരെ തേടാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. ബോയ്സിനൊന്നും ഇവിടെ കാണാനല്ലോ, അവരെ അന്വേഷിച്ചിട്ടാണ് ഇവിടെ ഇറങ്ങാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു, സോറി വാന ആൻഡ് അത് മിയ, അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പുറത്തിറങ്ങുന്നത് എന്നുള്ള രീതിയിൽ ലൈക്ക് ഇവരോട് രണ്ടുപേരോടും മിയനോടും വാനോടും പറയാതെയാണല്ലോ പോകുന്നത്. സോ അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ഹുഡി ധരിച്ചതുകൊണ്ട് തന്നെ അവളെ മനസ്സിലാവാത്ത രീതിയിലും ആരും കാണാത്ത രീതിയിലാണ് ഇവൾ ഒളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നത്. അവിടെ നിൽക്കുന്ന ആൾക്കാരെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. നിക്കീനെ കുറിച്ചിട്ടും അവിടെ നിക്കീൻ്റെ അജണ്ടകളെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഒരു പൂച്ചയാണെങ്കിൽ അവിടെ വന്നിട്ട് ഡിസ്റ്റർബ് ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പൂച്ചനെ കൈകിട്ട് മേ ബി കൊല്ലാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഇവർ ആ ഒരു ബ്ലഡി നൈറ്റിൽ ആരും വെറുതെ വിടൊന്നുമില്ലല്ലോ. സോ നമ്മുടെ സെന്നാണെങ്കിൽ ആ ഒരു പൂച്ചനെ അടുത്തേക്ക് വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പൂച്ചയുടെ സൗണ്ടും കാര്യങ്ങളും കേട്ടിട്ടാണെങ്കിൽ അവിടെ നിൽക്കുന്ന ചെക്കന്മാർ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സമയത്തും അത് പൂച്ചയാണ്, അത് വിട്ടേക്കുന്ന വേറൊരാൾ പറഞ്ഞതുകൊണ്ട് നമ്മുടെ സെൻ അവിടെ രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീടാണെങ്കിൽ ഇവരാണെങ്കിൽ ആ ഒരു ആളറിഞ്ഞിട്ടുള്ള ആ ഒരു റൂമിലേക്ക് ലൈക്ക് ആ ഒരു ഹോസ്റ്റലിൻ്റെ അങ്ങോട്ട് അകത്തേക്ക് കയറുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കോ ലീഡേഴ്സിനെ കുറിച്ചിട്ടാണെങ്കിലും നിക്കീനെ കുറിച്ചിട്ടാണെങ്കിലും നിക്കി കൊടുക്കുന്ന ഓരോ പടികളെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിലും സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിൽ ഒളിഞ്ഞു നിന്നിട്ട് നമ്മുടെ സെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. പൂച്ചക്കുട്ടീൻ്റെ കാരണം മരണം വരെ ഇവർക്ക് രണ്ടുപേർക്ക് സംഭവിക്കായിരുന്നു. ലൈക്ക് ആ പൂച്ചക്കുട്ടി ലൈക്ക് ആ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പണി മേടിക്കാമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സെന്ന ആ പൂച്ചക്കുട്ടീനോട് പറയുമ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് വേറെ ഒരാൾ വരുന്നുണ്ടായിരുന്നത്. ഇപ്പോഴും മുഖമൊന്നും നല്ല രീതിയിൽ കാണിക്കുന്നില്ല, എന്നാലും എൻഡിങ് അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ആൾക്കാരെ ഡൗട്ട് വെച്ചത് നിക്കി എന്നുള്ളതാണ്. കമൻറ്റ് ബോക്സിനെ വായിച്ചും മനസ്സിലായത് എനിക്ക് നിക്കി ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ആ ഒരു സമയത്ത് ആ നിക്കി പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് നീ ഈ കാണുന്ന കാഴ്ചയായിരുന്നു എനിക്ക് വേണ്ടത്, നീ ഇത് കാണണം അറിയണം എന്നുള്ള രീതിയിൽ. ആ ഒരു ടൈമിലാണ് ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളിലേക്ക് പോകുന്നത്. ലൈക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേയുള്ള കാഴ്ചയാണ് കാണുന്നത്. സെന്നും അതുപോലെ തന്നെ എയ്സും നിൽക്കുന്ന സമയത്തായിരുന്നല്ലോ ആ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സമയത്താണെങ്കിൽ ഇത് കേട്ടിട്ട് ഇവരാകെ പേടിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എയ്സിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ, ഈ കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ നിനക്ക് അറിയാമായിരുന്നോ, ഈ അനൗൺസ്മെൻറ്റ് നടക്കുന്നതിന് മുന്നേ നിന്നോട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവനില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഇവളുടെ ആ ഒരു ലോക്കറും കാര്യങ്ങളൊക്കെ തുറന്ന് നോക്കുമ്പോൾ ബ്ലാങ്ക് പേപ്പറാണ്. സോ ഇവളെ ആരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവൾക്ക് ആരെയും ടാർഗറ്റ് ചെയ്യാനില്ല. സോ ഇവൾ ജസ്റ്റ് പേടിച്ചാൽ മതി. അതാണ് മറ്റൊരു പെൺകുട്ടിയെ കഴിഞ്ഞ എപ്പിസോഡിൽ കറണ്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവർക്ക് ആരോ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവർക്ക് ഒരാളെയും ടാർഗറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നീട് കാണുന്നത് ആ ഒരു ബ്ലഡി നൈറ്റിൽ നല്ല രീതിയിൽ വോക്കും കാര്യങ്ങളൊക്കെ ലൈക്ക് കുറേ ആൾക്കാരെ കൊന്നു ആ ഒരു അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ സെന്നും അതുപോലെ തന്നെ മാറ്റാണെങ്കിൽ നല്ല രീതിയിൽ ഡ്രിങ്ക്സ് അടിച്ചിട്ട് ഇവിടെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ സെന്ന് അടുത്തേക്ക് പോകുമ്പോൾ മാറ്റ് പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് ഇത് നമ്മുടെ ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, പാർട്ടി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്ത് അടിച്ചു മാറ്റിയ ഡ്രിങ്ക്സ് ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇവൾ പറയുന്നുണ്ട് നീ നല്ല രീതിയിൽ കുടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കുടിച്ചാലും കുടിച്ചിട്ടില്ലെങ്കിൽ നീ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നിനക്ക് ഞങ്ങളൊന്നും ട്രസ്റ്റ് ഇല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ എനിക്ക് ആകെ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ഉള്ളൂ. ഇവിടെ ഈ ഒരു ഹെൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളെ 6 പേര്, ഐ മീൻ 5 പേരെ മാത്രമേ, ഞാനും കൂടെ കൂട്ടിയിട്ട് 6 പേര്, അങ്ങനെ ഈ 5 പേരെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ എന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവനോട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ ടാർഗറ്റ് ആരാണ്, നിൻ്റെ ആ ലോക്കറിന് ആരെ നെയിമാണ് നിനക്ക് കിട്ടിയത് എന്നുള്ളത് ചോദിക്കുമ്പോൾ ഇവന് അതിനെക്കുറിച്ചിട്ടൊരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇവളെ ഭയങ്കര ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇഷ്ടം പ്രകടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു വിൽ യു ബി മൈ ക്യൂ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അവൾ പറയുന്ന മറുപടി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നീ നല്ല രീതിയിൽ തന്നെ ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ട് മാറ്റ്, നീ ഇവിടുന്ന് എണീക്കുന്നതായിരിക്കും നല്ലത്, ഞാൻ നിന്നെ എണീപ്പിക്കുക എന്നുള്ള രീതിയിൽ അവനവിടുന്ന് പിടിച്ച് എണീപ്പിച്ച് ബ്രെഡിൻ്റെ അവിടെ കൊണ്ടുപോയി കിടത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളാണെങ്കിൽ അവൻ്റെ ഷൂസും കാര്യങ്ങളൊക്കെ ഊരി കൊടുത്തിട്ട് അവനെ ബെഡിലേക്ക് കിടത്തുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇവന് ഒരു ബോധമോ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും അവനക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ എടുത്തുണ്ടാകുമ്പോൾ നല്ല രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെയാണല്ലോ. ആ ഒരു സമയത്ത് അവളാണെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റോറി വേറൊന്നല്ല, നമ്മുടെ സെന്നിൻ്റെയും അതുപോലെ തന്നെ മാറ്റിൻ്റെയും ഒരു സ്റ്റോറിയിലേക്കാണ് പറയുന്നത്. ഒരു കേൾക്കുമ്പോൾ സ്റ്റോറി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും കണ്ടൻറ്റ് അവർ രണ്ടുപേരും ഒരുമിച്ചുള്ളതാണ്. സോ ഇവരുടെ ആ ഒരു ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഇവരെ നടന്നിട്ടുള്ളവർ ഹെൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളും ഇവരെ ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ ബ്ലഡി നൈറ്റ് ഒന്നല്ല പറയുന്നത്,
ഇവർ പരസ്പരം തമ്മിലുള്ള സെന്നും മാറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ മാറ്റിന് നല്ല സന്തോഷമാവുന്നുണ്ട്. മാറ്റിന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ മാറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവൾ ഈ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എണീറ്റ് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എണീറ്റ് പോകുന്ന സമയത്ത് ഇവനാണെങ്കിൽ തിരിച്ച് പിടിച്ചെടുത്തിട്ട് കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്കൊരു പ്രോമിസും കാര്യങ്ങളൊക്കെ തരുമെന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് എന്ത് പ്രോമിസാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിനെ ബേസ് ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു, തിരിച്ച് നീ അവനെ തിരിച്ച് ഹോൾഡ് ചെയ്ത് നിൽക്കാതെ ലവ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ മാറ്റ് സംസാരിക്കുന്നുണ്ടായിരുന്നു. സംഭവം കഥയാണ്, അവന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു, ഡ്രിങ്ക്സ് അടിച്ചതുകൊണ്ട് എനിക്ക് ആ രീതിയിലാണ് മനസ്സിലായത്. സോ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ ഒരു പ്രോമിസ് തരാൻ പറ്റില്ല, ലവ് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്താതിരിക്കാനും എനിക്ക് സാധിക്കില്ല എന്നുള്ള രീതിയിൽ ആ ഒരു പ്രോമിസ് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ പറയുന്നത് ദാറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ നീ ഈ രീതിയിലൊക്കെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് എനിക്ക് പ്രോമിസ് തരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവൾ ഇല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജസ്റ്റ് ആ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഇവർ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരാണെങ്കിൽ ഗുഡ് നൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഫോർമലായിട്ട് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പരസ്പരം രണ്ടുപേർക്ക് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ എയ്സ് വന്നിട്ട് വേറൊരു ഇതാവുമെന്ന് എനിക്കറിയില്ല. മേ ബി ഇനി എയ്സിനോട് നമ്മുടെ സെന്നിന് ഇഷ്ടമുണ്ടോയെന്നും അത് നമുക്ക് വഴിയെ കണ്ടറിയാം. പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് സെന്നിന് മാറ്റിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്, എന്നാൽ നമ്മുടെ എയ്സിനോട് ഇഷ്ടമുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച വെച്ചാൽ സെന്നാണെങ്കിൽ ഇങ്ങനെ നടന്നു വരുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ജെറോമ് പെട്ടെന്ന് തന്നെ അവളെ നല്ല രീതിയിൽ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവളാണെങ്കിൽ നല്ല പേടിച്ചിട്ട് ഇവൻ പറയുന്നുണ്ട് ഫണ്ണായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാണോ ഫണ്ണ്, ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് പേടിപ്പിക്കുന്നത്, കാരണം ഒരു ബ്ലഡി വീക്ക് ആണല്ലോ. സോ എപ്പോൾ വേണമെങ്കിലും കൊല്ലാതിരിക്കുക. സോ ആ ഒരു ടെൻഷനോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് അങ്ങോട്ട് നോക്കുന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവിടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിയാമും അതുപോലെ തന്നെ വാനും നിന്ന് സംസാരിക്കുന്നതാണ്. അവർ പരസ്പരം നല്ല രീതിയിൽ ഫ്ലൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ ഇവർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ സംസാരം പിന്നീട് പോകുന്നത് നമ്മുടെ സെന്ന് നമ്മുടെ ജെറോമിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ ആ ഒരു പേപ്പറിൽ ആരാ, നിൻ്റെ ടാർഗറ്റ് ആരാന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സെന്നിനോട് അവൻ പറയുന്ന മറുപടി, അതിപ്പോൾ നീ തൽക്കാലം അറിയേണ്ട, അത് സീക്രട്ട് ആണല്ലോ, ഹിഡനായിട്ട് വെക്കേണ്ട ഒരു സംഭവമാണല്ലോ, ടാർഗറ്റ് അവരെ കൊല്ലാനുള്ളതാണല്ലോ. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും അവരെ കൊല്ലുമോ, നിനക്ക് അതിനൊക്കെ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് എന്താ അവരെ കൊന്നൂടെ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ നീ അവനെ ശരിക്കും കൊല്ലുമോ എന്നുള്ള രീതിയിൽ സെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് അവനെ കൊന്നല്ലേ പറ്റുള്ളൂ, ആരാണ് എന്താണെന്നുണ്ടെങ്കിലും എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് കൊന്നല്ലേ പറ്റുമോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നിനക്ക് അതൊരിക്കലും പറ്റില്ല, എനിക്ക് നിന്നെ അറിയില്ല, ഞങ്ങൾക്ക് അറിയുന്ന പോലെ വേറെ ആർക്കും അറിയാൻ പറ്റില്ലല്ലോ, നിനക്ക് എന്തായാലും വേറെ ഒരാളെ കൊല്ലാനുള്ള ആ ഒരു ശേഷിയും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നീ ആരെ കൊല്ലില്ല എന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജെറോമ് തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഇവൾക്ക് ബ്ലാങ്ക് പേപ്പർ ആണല്ലോ, അപ്പോൾ ആരെങ്കിലും ഇവളെ കൊല്ലാൻ വേണ്ടിയിട്ട് വരും, അപ്പോൾ തിരിച്ച് കൊല്ലുന്നുള്ള രീതിയിലുള്ള മേ ബി അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവരാണെങ്കിൽ നേരെ മിയേനെ കണ്ടിട്ട്, അപ്പോൾ മിയ എന്ന് വിളിക്കുമ്പോൾ ആ ബാക്ക് കൂടെ ഒരാൾ മിയേനെ കത്തിയിട്ട് കുത്താൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ ടാർഗറ്റ് മിയാണ്. സോ മിയേനെ കുത്താൻ വേണ്ടി വരുമ്പോൾ അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും പരസ്പരം നല്ല രീതിയിൽ തന്നെ ഫൈറ്റും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി ഇവിടെ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ മിയേനെ കൊല്ലുന്നെ വേണം, കാരണം ആ ഒരു പെൺകുട്ടീൻ്റെ ആ ഒരു ടാർഗറ്റ് ആ ഒരു പേപ്പറിൽ മിയേൻ്റെ പേരാണ്. സോ മിയേനെ കൊന്നാലേ ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും ജീവൻ മരണ പോരാട്ടമാണ്. സോ ആരാണോ മരിക്കുന്നത് അവർക്ക് ആരെയാണോ കൊല്ലുന്നത് ആ കൊലപാതകിക്ക് ഇവിടെ ജീവനോടെ ജീവിക്കുക എന്നുള്ളൊരു രീതിയിലാണ്. പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും നല്ല ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഇങ്ങനെ കൂടുന്ന സമയത്ത് സെന്നും അതുപോലെ തന്നെ ജെറോമും ആ ഫൈറ്റ് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിൽ കൂടെ മിയേൻ്റെ കയ്യിൽ നിന്ന് കത്തി നല്ല സ്ട്രോങ്ങിൽ ആ കുട്ടിയുടെ വയറ്റിൽ കുത്തിയിട്ട് ആ പെൺകുട്ടി അവിടെ മരിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ആദ്യം തീരെ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ആ കുട്ടി അവിടെ മരിക്കുന്നുണ്ട്. ആ സെയിം സമയം തന്നെ ഇങ്ങോട്ട് ബാക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മിയ അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. അവർക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ആ ഫൈറ്റിൻ്റെ ഇടയിലാണെങ്കിൽ മിയയ്ക്കും നല്ല രീതിയിൽ തന്നെ കുത്തും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കാണെങ്കിൽ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. സെന്നാണെങ്കിൽ നല്ല രീതിയിൽ കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജെറോമിനോട് പറയുന്നുണ്ടായിരുന്നു, നല്ല ബ്ലഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, വേഗം തന്നെ നമുക്ക് ക്ലിനിക്കിലേക്ക് എത്തിക്കണം, അർജൻറ്റാന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ നേരെ തന്നെ ക്ലിനിക്കിലേക്ക് പോകുന്നുണ്ട് ഹെൽപ്പും കാര്യങ്ങളും ചോദിച്ചിട്ട്. പക്ഷേ നേഴ്സാണെങ്കിൽ തീരെ ആ ഡോർ ഓപ്പൺ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവർ ഒരുപാട് നേരം പറഞ്ഞു, നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടി നിൽക്കുന്നത്, ഒന്ന് വേഗം ഡോർ തുറക്കും, ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടെന്നുള്ള ബോധമില്ലേ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു വയലറ്റ് മാഡത്തിൻ്റെ ഓർഡറാണ്, സോ തുറക്കാൻ പറ്റില്ല, എന്ത് പറഞ്ഞാലും തുറക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെന്ന് പറയുന്നുണ്ടായിരുന്നു, ദയവ് തീർക്കും, നിങ്ങൾ എന്ത് ദുഷ്ടതയാണ്, എന്ത് മോൺസ്റ്ററിൻ്റെ പോലെ ബിഹേവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ദയവ് ഇതൊന്നും തുറന്നുകൂടെ എന്നുള്ള രീതിയിൽ നല്ല ദേഷ്യത്തിൽ നോക്കുന്നത്. വയലറ്റ് മാഡത്തിൻ്റെ ഓർഡറാണ്, എനിക്ക് ഒരിക്കലും തുറക്കാൻ പറ്റില്ല, ഇത് ക്ലോസ്ഡ് ആണ്. സോ അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക, ലൈക്ക് ചെയ്യാത്തവർക്കൊന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. സോ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ദിസ് ഇസ് സൈനിങ് ഔട്ട്. അടുത്ത വീഡിയോ കാണാം.